കുറേ ആയി മാളിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഫിനിക്സ് മാളിലേക്ക് തന്നെ. വേറെ മാളിൽ പോവാന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ ട്രാഫിക്കിനിടയിൽ മണിക്കൂറോളം ഇരിക്കേണ്ടി വരുമെന്നതിനാൽ അടുത്തുള്ള ഫിനിക്സ് മാളിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇത്തവണ ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ഏട്ടൻ്റെ കസിനും ഫാമിലിയും ഉണ്ട് കൂടെ. പൊന്നൂസും കൂടെ ഉള്ളതുകൊണ്ട് എവിടെയും തട്ടിത്തടഞ്ഞ് നിൽക്കാതെ നേരെ വിട്ടു ഹാംലീസിലേക്ക്. നല്ല ഭംഗിയുള്ള ടോയ്സിൻ്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് ഫ്രോഗിൻ്റെ ഈ ഒരു ഹാൻഡ് പപ്പറ്റായിരുന്നു. എന്നെപ്പോലെ തന്നെ ദേവുവിനും പൊന്നൂസിനും ഇഷ്ടമായി. വേറൊന്നുമല്ല, ഫ്രോഗ് കരയുന്ന സൗണ്ട് കൂടെ ഉണ്ടായിരുന്നു അതിന്. പിന്നെ അവിടെ തന്നെയുള്ള റിമോട്ട് കാറിൻ്റെ സെക്ഷനിലായി ഞങ്ങളുടെ പരിപാടി. വർക്കിംഗ് ആയിട്ടുള്ള റിമോട്ടിന് വേണ്ടി കാത്തിരുന്ന് ലാസ്റ്റ് കിട്ടിയത് ഈ ഒരു ഷാർക്കിൻ്റെ ഷേപ്പിലുള്ള വണ്ടിയാണ്. എന്നാൽ പിന്നെ ഷാർക്കെങ്കിൽ ഷാർക്ക്. അവിടുന്ന് തിരിഞ്ഞപ്പോൾ ദേ തൊട്ടടുത്ത് കുറേ ബ്ലോക്സ്. എങ്കിലും ഇനി ഒരു കൊട്ടാരം പണിയട്ടെ എന്ന് വിചാരിച്ച് പോയ ആൾ ഒത്തിരി നേരം തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഒന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല. പിന്നെ കലാം സാറിനെ മനസ്സിൽ ധരിച്ച് പറ്റുന്ന പോലെ ഒരു പ്ലെയിൻ അങ്ങ് ഉണ്ടാക്കി. എന്നെക്കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ. ദേവും എന്തൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഷോപ്പിംഗ് കൂടെ പ്ലാനിലുള്ളതുകൊണ്ട് ഷോപ്പ് നോക്കാൻ നാവിഗേഷൻ നോക്കിയപ്പോൾ ദേവ് KFCയിൽ സ്റ്റക്കായി. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ നാവിഗേറ്റ് ചെയ്തത് ദേവുമായിരുന്നു. KFCയിൽ പോയാൽ ഒന്നും കഴിക്കാതെ എങ്ങനെ മുടങ്ങും? എല്ലാവരും നന്നായി കഴിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് നോക്കാൻ പോയി. അങ്ങനെ എനിക്കും ഏട്ടനും പറ്റിയത് 2 സെലക്ട് ചെയ്ത് ഞാൻ നേരെ ഡ്രസ്സ് എടുക്കാൻ പോയി. ആ നേരം ഇവർക്കൊക്കെ റെസ്റ്റ് കൊടുത്ത് ഞാൻ പർച്ചേസ് ചെയ്തു വന്നു. മാളിന് പുറത്തിറങ്ങിയപ്പോഴേക്കും നേരം രാത്രിയായി. പിന്നെ വേഗം വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.